ആദ്യം തന്നെ നമ്മുടെ ചങ്ങാതിമാർക്കുള്ള ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടുക്കം പാസ്തയാണ്. പാസ്ത ആൽഫ്രെഡോ എന്നൊക്കെ പറയും. ഇതേ പാഴ്സലൊക്കെ ഇട്ട് ഒലീവ്സൊക്കെ ഇട്ട് ഒലീവ് ഓയിലൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും സാധനം വേറെ ലെവലാണ്. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ പാസ്ത ബോയിൽ ചെയ്യുന്ന പരിപാടിയാണ്. തീ പിടിപ്പിച്ചു, ഒരു സോസ് പാൻ വെച്ചു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം പാസ്ത വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ പാസ്ത കറക്റ്റായിട്ട് അൽദന്തെ പാസ്ത എന്നുള്ള ലെവലിൽ നമുക്ക് കിട്ടുകയുള്ളൂ. പാസ്ത വേവിക്കുന്നതിന് പറയുന്ന പേരാട്ടോ അത്. അപ്പം ആദ്യം തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി ഉപ്പും കൂടെ അങ്ങ് വാരി വിതറുക. കാരണം ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി കാണിക്കുന്നത്. എന്നിട്ട് ഇവനൊന്ന് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോഴേക്ക് വെള്ളം നല്ലവണ്ണം തിളച്ച് വെട്ടുന്ന സമയത്തേക്ക് ഇതേ പാസ്ത എടുത്തൊരു മറിക്കുക. പാസ്ത എടുത്ത് മറിച്ച ശേഷം ഒരു 8 മിനിറ്റ് 9 മിനിറ്റാണ് പാസ്ത വേവുന്നതിന് പറയുന്ന സമയം. എന്നിട്ട് പാസ്ത കറക്റ്റ് വേവായിരിക്കണം. പൊടിഞ്ഞു പോകല്ലേ. പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ സോസിൻ്റെ അകത്തൊക്കെ ഇട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും ഒരു പരുവാക്കിയിട്ട് അവിയൽ പോലെ ആവും. അതുകൊണ്ട് പൊടിയാതെ ഒരു 8 മിനിറ്റ് 9 മിനിറ്റും കൊണ്ട് ഈ സാധനം റെഡിയാക്കുക. അതിനുശേഷം ഇവനെ ഇടാനുള്ള വെളുത്തുള്ളി ഇതേ ക്ലീൻ ചെയ്ത ശേഷം അത് നീളത്തിലിങ്ങനെ അരിയുക. ഇതുപോലെ നീളത്തിലിങ്ങനെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. ശേഷം കുറച്ച് സെല്ലറി ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. ശേഷം അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മഷ്റൂം എടുത്തത് ഇതുപോലെ നീളത്തിലങ്ങ് അരിയുക. എന്നിട്ട് പാഴ്സലി ഇതുപോലെ കുനുകുനാന്ന് അരിയുക. ശേഷം ഇതെല്ലാം മാറ്റി വെച്ച ശേഷം ഉരുളി ചൂടാക്കി അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു ഇച്ചിരി ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇതെല്ലാം കൂടെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സെല്ലറി എടുത്തൊരു മറി പറിക്കുക. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഇതുപോലെ റോസ്റ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒരു മറിച്ചിട്ട് അവനെ ഇങ്ങനെ ലൈറ്റായിട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക. കളറാവണ്ട, ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് റോസ്റ്റായി വരുമ്പോഴേക്കും നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ വേണമല്ലോ. അപ്പോൾ അത് ബോൺലെസ് ആയിട്ടുള്ള ചെറിയ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ചിക്കൻ എടുത്ത് അതിലേക്ക് ഇടുക. എന്നിട്ട് ഇങ്ങനെ ഇട്ട് ലൈറ്റായിട്ട് ഗ്രില്ല് ചെയ്യുക. ചിക്കൻ അതിലേക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും. അതിലിട്ട് ഗ്രില്ലായി ചിക്കനൊരു ടേസ്റ്റൊക്കെ സെറ്റായി സാധനം കിട്ടും. അപ്പോഴേക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി വേണമെങ്കിൽ ഇടുക. അത് നിങ്ങളുടെ ടേസ്റ്റാണ് കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞിരിക്കുന്ന മഷ്റൂം എടുത്തൊരു മറിക്കുക. മഷ്റൂം കൂടെ അതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ലൈറ്റായിട്ട്. മഷ്റൂമൊക്കെ പെട്ടെന്ന് കുക്കാവുന്ന സാധനം, അതുകൊണ്ട് അധികം നേരം ഒന്ന് കുക്ക് ചെയ്യേണ്ട, ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇവനെല്ലാം റെഡിയായി വെച്ചിരിക്കുമ്പോൾ നമ്മൾ ബോയിൽ വെച്ചിരിക്കുന്ന പാസ്ത എടുത്തൊരു മറിക്കുക. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുക. ഇതേ കണ്ടില്ലേ, മിക്സ് ചെയ്ത ശേഷം നല്ല ഡബിൾ ക്രീം എടുത്ത് ഇതിലേക്കൊരു മറിക്കുക. ആവശ്യത്തങ്ങ് ഒഴിക്കണം കേട്ടോ. ഇതുപോലെ ഒരു മറി ചെയ്തതിന് ശേഷം അമൂൾ ചീസ് ഉണ്ടെങ്കിൽ അമൂൾ ചീസ് ചെറുതായി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് അതും കൂടി ഒരു മറിച്ച ശേഷം ഇത് മൊത്തത്തിലങ്ങ് ഇതുപോലെ മിക്സ് ചെയ്യുക. പാസ്ത പൊടിയാതെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ലാസ്റ്റ് പാർമസൻ ചീസ് ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്തൊരു മറിക്കുക. ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത് അതും അതിലേക്കൊരു മറിച്ച ശേഷം ആവശ്യത്തിന് ഡ്രൈ ബേസിൽ ഫ്രഷ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആ സമയത്ത് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പാസ്തയിൽ ഇങ്ങനെ ക്രീമൊക്കെ പേരണ്ട് ഈ രൂപത്തിലൊക്കെ ആയി കിട്ടും. സംഭവം വേറെ ലെവലാണ്. എൻ്റെ ചങ്ങാതി പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എന്നാ സംഭവമാണ്, പിള്ളേരെ കെട്ടിപ്പിടിച്ച് നിൽക്കും വരും. ഈ സാധനം കൊടുത്ത് നോക്കും, ചൂടറിയും. എന്നിട്ട് ഇതുപോലെ പാഴ്സലേക്ക് ഇട്ട ശേഷം ഒരു ഒലീവ്സും വെച്ചു ഒലിവ് ഓയിലും കൂടെ ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതിൻ്റെ സ്മെല്ല് വേറെ ലെവലായിരുന്നു. കൊതി വന്നിട്ട് എനിക്ക് രക്ഷയില്ല. അപ്പോൾ ഇപ്പം തന്നെ കട ചെന്ന് സാധനം മേടിക്കുക. ഇത് ഈസി ആയിട്ടങ്ങ് വീട്ടിലുണ്ടാക്കാം. പിള്ളേർക്കങ്ങ് കൊടുത്തും കൊതി ഈരട്ടെ പിള്ളേരങ്ങ്. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാൻ